ഇപ്പൊ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് എനിക്കുണ്ടായ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് അതിന്റെ സൈഡിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ സൈഡിൽ നിന്നായിക്കോട്ടെ എവിടെ നിന്നായാലും ഇങ്ങനെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ഇനി ഒരു ബ്രൈഡ്സിനോ അല്ലെങ്കിൽ ക്ലയൻസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് അപ്കമിങ് ബ്രൈഡ്സിനോടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫംഗ്ഷന്റെ ഒരു ചുരുങ്ങിയത് ഒരു മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യാൻ നോക്കുക. കാരണം അവർക്ക് വേറെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങളുടെ വർക്ക് എടുക്കാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ഒരു വർക്ക് എടുക്കുള്ളൂ ഒരു ദിവസമൊക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം ബ്ലോക്കായി പോയാൽ നിങ്ങളുടെ ദിവസമാണെങ്കിൽ അത് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു പോയാൽ നിങ്ങൾ പെടും. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു മാസം മുമ്പെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്തിടും. ഇനി അതിന്റെയൊക്കെ മുമ്പ് നിങ്ങളൊരു ജസ്റ്റ് ഒരു എൻക്വയറി മാത്രമാണ് നടത്തുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്രയും എമർജൻസി ആണ്, അല്ലെങ്കിൽ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ബുക്ക് ചെയ്ത് പോകും അങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതോ ആയിക്കോട്ടെ കോൺടാക്ട് ഓപ്ഷൻ അവിടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോൺടാക്ട് ഓപ്ഷനിൽ പോവുക. അല്ലാതെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ത്രൂ കോൺടാക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ വാട്സ്ആപ്പ് ത്രൂവോ അല്ലെങ്കിൽ കോൾ കണക്ട് ചെയ്തിട്ടോ ചെയ്യുന്നതാവും നല്ലത്. ഇതിപ്പോ എന്താണ് ഇപ്പൊ ഇവിടെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ എന്റെ പേഴ്സണൽ തിരക്കുകൾ കാരണം ഇൻസ്റ്റ ചെക്ക് ചെയ്യാൻ മറന്നുപോയി എന്നല്ല, ഒരുവിധം പേഴ്സണൽ തിരക്കുകളിൽ പോയതുകൊണ്ട് അത് ശ്രദ്ധയിൽ പെടാതെ പോയതാണ്. സോ ഞാനത് ചെക്ക് ചെയ്തിട്ട് ഇപ്പോ ഒരാഴ്ചത്തോളം ആയി മാക്സിമം. അപ്പോ ആ ഒരാഴ്ചന്റെ ഉള്ളിൽ എനിക്ക് വന്ന DMസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോ നിങ്ങൾക്കൊരു എൻക്വയറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബുക്കിങ്ങിന് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ, അത് എന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആയിക്കോട്ടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അവരുടെ വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ കോൾ കണക്ട് ആക്കിയിട്ടോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ ഞാൻ വാട്സപ്പ് അല്ലെങ്കിൽ കോൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തിരക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻ പേഴ്സണൽ കാര്യങ്ങളായാൽ പോലും നമ്മൾ വാട്സപ്പ് ചെക്ക് ചെയ്യാത്തൊരു ദിവസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വാട്സപ്പ് ചെക്ക് ചെയ്യും. അപ്പോൾ വാട്സപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽ ആ മെസ്സേജ് പെടും. എന്നാലും അത് എന്തുകൊണ്ടാണ് ശ്രദ്ധയിൽ പെടാന്നതെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. റിക്വസ്റ്റിലാണ് വന്ന് കിടക്കുന്നത്. റിക്വസ്റ്റിൽ ഒരു മെസ്സേജ് വന്ന് കിടന്നാൽ നമുക്ക് മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് അതിൽ കാണൂലല്ലോ. അപ്പോൾ അങ്ങനെ പറ്റിപ്പോയതാണ്. കാരണം എല്ലാവരും എല്ലാം ശ്രദ്ധിച്ചോളന്നില്ല. ഇപ്പൊ റിക്വസ്റ്റിലൊക്കെ വന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിലും അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ്. അത് പല സൈഡിൽ നിന്നായാലും, ഇപ്പോൾ എന്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആയാലും ക്ലയന്റ് സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആയാലും രണ്ടായാലും ഇനി ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്.